ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടി നമ്മളിതാ കേക്കിൻ്റെ ബോർഡൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ചെറിയൊരു കാർഡ്ബോർഡ് പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള കേക്കിൻ്റെ ബോർഡിന് താഴെയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ചെറിയ കാർഡ്ബോർഡ് പീസ് ഇതുപോലെ നമ്മൾ അതിന് താഴെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ കളറുകളെല്ലാമാണ് എടുത്തിട്ടുള്ളത്. ഈ രണ്ട് കളർ നമുക്കിതിൽ ആകാശം പോലെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു കളറാണ് നമ്മൾ താഴെ ഒട്ടിച്ചെടുത്തിട്ടുള്ള കാർഡ്ബോർഡ് പീസിൽ കൊടുത്തെടുക്കുന്നത്. ആദ്യം നമുക്ക് ഇവിടെ എല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ബെൽ സെലക്ട് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വൈറ്റ് പെയിൻറ് ഉപയോഗിച്ച് മേഘം പോലെയൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു കാർഡ്ബോർഡ് പീസിലും കൂടെ പെയിൻറ് ചെയ്തെടുക്കാം. ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് പോയി നോക്കുക. കാർഡ്ബോർഡ് പീസ് ഒട്ടിച്ചെടുത്തതിൻ്റെ താഴെയും പെയിൻറ് കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണങ്ങാനായിട്ട് വെക്കാം. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് നൂല് തീർന്ന ഇതുപോലത്തെ റോളുകളാണ്. ഇതെല്ലാം എനിക്കെൻ്റെ ചേച്ചി തന്നിട്ടുള്ളതാണ്. ചേച്ചി ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ചേച്ചിക്കൊരു ചാനലുണ്ട്. ചേച്ചിയുടെ ചാനലിൽ സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട്. ചേച്ചിയുടെ ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സ്റ്റിച്ചിങ് ഒക്കെ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ഇതാ അതിൽ നിന്നും ഒരു 9 എണ്ണം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മൾ എടുത്തിട്ടുള്ളത് കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറാണ്. നമ്മൾ ഈ ഒരു റോൾ ഇതിൽ വെച്ചൊന്ന് വരച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലത്തെ ഒരു 6 എണ്ണം വേണം. ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വരച്ചതിലൂടെ അല്ല കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അതെല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഇതിലേക്ക് ഇത് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ഇതിന് മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു നൂലിൻ്റെ റോളും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അതിന് മുകളിൽ ഒരു റൗണ്ട് പീസും കൂടെ ഒട്ടിച്ചെടുക്കുകയാണ്. അതിന് മുകളിലായിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കണം. നമുക്കിത് ബാംബൂ ട്രീ പോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ 3 ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതാ നമ്മൾ കുറച്ച് ന്യൂസ് പേപ്പറിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളതെല്ലാം ചുരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയും നീളം വേണ്ട. നമ്മളതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ അഴിഞ്ഞു പോരുന്നത് നമ്മൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ കത്രിക ഉപയോഗിച്ച് ഇതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ആ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിൽ നിന്നും അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളെല്ലാം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. അതുപോലെ നമ്മുടെ ഈ ഒരു ഐഡിയ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകൾ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചെടുക്കാം. ബോട്ടിൽ ആർട്ടിന് വേണ്ടി നമുക്കൊരു ചാനലുണ്ട്. ആ ഒരു ചാനലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കുക. ആ ഒരു ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇലകളൊക്കെ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമ്മൾ അതെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് പെയിൻറ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതിലെല്ലാം ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ ബോർഡിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ബാക്കിൽ പെയിൻറ് ചെയ്തെടുക്കുന്നില്ല.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ വാൾ ഡെക്കർ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ചെയ്ത് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതൊന്ന് കാണാം. അപ്പോൾ ഇതാ നമ്മൾ 3 എണ്ണത്തിലും പെയിൻ്റൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻറ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്കാണ് നമുക്കതെല്ലാം ഒട്ടിച്ചെടുക്കേണ്ടത്. ആദ്യം നമുക്കൊന്ന് വെച്ച് നോക്കാം. അപ്പം നമ്മൾ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെക്കാം. നമ്മളിത് ഒട്ടിച്ചതിന് ശേഷം ഒരു 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇപ്പം നമ്മൾ ഒട്ടിച്ചു കൊടുത്തത് കുറച്ചൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ചെറിയൊരു പണി കൂടെ ചെയ്തെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബ്ലാക്കും വൈറ്റും ഫോം ഷീറ്റ് എടുത്തിട്ടുള്ളത്. നമ്മളൊരു പാണ്ടയെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ എടുത്തിട്ടുള്ള വൈറ്റ് ഫോം ഷീറ്റിൽ അതൊന്ന് വരച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കതിൻ്റെ ചെവികളും കൈകളും കാലുകളും ഒക്കെ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ചെവികളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബാംബൂ ട്രീയിൽ കയറുന്ന ഒരു പാണ്ടയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നും അതിൻ്റെ ഒരു കൈയെ കട്ട് ചെയ്തെടുക്കുന്നുള്ളൂ. അതുപോലെ തന്നെ അതിൻ്റെ കാലും നമ്മൾ ഒരെണ്ണമാണ് ഇതിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. പാണ്ടയുടെ ഒരു കൈയും കാലും ബാംബൂ ട്രീയുടെ അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നില്ല. അപ്പോൾ ഇതാ അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു രീതിയിലാണ് അത് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കണ്ണുകളൊക്കെ ഒന്ന് പെയിൻറ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട്. പോയിന്റ് ആയിട്ടുള്ളൊരു ബ്രഷും എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കണ്ണുകൾ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. പാണ്ടയെ ചെയ്തെടുക്കാനായി നമുക്ക് ഫോം ഷീറ്റ് തന്നെ വേണമെന്നൊന്നുമില്ല. കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പറിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. നമ്മളതിൽ പെയിൻറ് കൊടുത്തെടുത്താൽ മതി. ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇത് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്ത സമയത്ത് നമ്മൾ പെയിൻറ് ചെയ്തെടുത്തത് വൈറ്റ് ഭാഗത്തേക്കൊക്കെ ആയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ശരിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പാണ്ടയ്ക്ക് നമ്മൾ വാല് ചെയ്തെടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചെയ്തെടുക്കണം. ഇതിന്റെ ബാക്കിൽ നമ്മൾ ചുമരിൽ തൂക്കിയിടാനുള്ളതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മളൊരു കുഞ്ഞു വാലൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഒരു വാൾ ഡെക്കർ കാണാനായിട്ട്? അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.